ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിൽ ഇടയ്ക്ക് എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴൊരിക്കലോ ഒക്കെ നമ്മൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം, അതല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പ് പോകാറുണ്ട് കേട്ടോ. ട്രിപ്പെന്ന് നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊരു വലിയൊരു ട്രിപ്പാണ്, ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പാണ് എന്നൊക്കെ. ഒട്ടും അല്ലാന്നേ. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു രാവിലെ എണീറ്റ് നമ്മൾ മാത്രമായിട്ട്, എന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രൈവസിയിലോട്ട് വേറെ ആരും തന്നെ കടന്നു വരില്ല. അപ്പോൾ ആ ഒരു വളരെ വളരെ കുറച്ച് ആൾക്കാർ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് നേരത്തേക്ക് ഒന്നിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെ അത്ര വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു യാത്രയിലാണ് ഞങ്ങൾ. കുറേ ദിവസമായി ഞങ്ങൾ മോളോട് പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പുതിയ സിംസാം വന്നിട്ടുണ്ട്. പുതിയതെന്നല്ല, പാലക്കാട് ആദ്യമായിട്ട് സിംസാം എന്ന് പറയുന്ന ഒരു പ്ലേ ഏരിയ, ഇൻഡോർ പ്ലേ ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവളോട് ഒത്തിരി ദിവസമായി പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഹെൽത്തും ഒക്കെ ഒന്നും ഓക്കെ ആയിട്ടായിരുന്നില്ല. ചെറിയ ജലദോഷവും പനിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകാൻ പറ്റാതെ കുറേ ഡിലേ വന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം, ഒരു സാറ്റർഡേ നമ്മൾ പറഞ്ഞു എന്തായാലും അന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. വൈകുന്നേരത്തെ ഡിന്നറും കൂടെ കഴിച്ചിട്ട് വരികയാണെങ്കിൽ അത്രയും സന്തോഷം എന്ന രീതിക്കായിരുന്നു നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ശനിയാഴ്ച വേറെയും കുറേ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഡിന്നറിലോട്ടൊന്നും എത്തിയില്ല. എന്നാലും ഒരു മോർണിംഗ് 9 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ പുറത്തുനിന്നായിരിക്കും കേട്ടോ. രാവിലെ എണീറ്റ് ഒരു 7:30 ആകുമ്പോൾ പോവും. അടുത്തുള്ള ഏതെങ്കിലും അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യും. എന്നിട്ട് നേരെ ടൗണിൽ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്നിട്ട് അടുത്ത പ്ലാനുകൾ എന്താണോ അങ്ങോട്ട് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിയുന്നു. എന്നിട്ട് വീണ്ടും വേറെ എവിടെയെങ്കിലും കാണാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് വൈകുന്നേരത്തെ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താ അത്ര കാര്യമുള്ളതെന്നല്ലേ. ശരിക്കും ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ മനസ്സും കൂടെ വേണം നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിട്ട് എന്നൊക്കെ പറയാൻ നമുക്കതിനകത്ത് മനസ്സും കൂടെ വേണം. കാരണം നമ്മൾ ആ യാത്രയിൽ മൊബൈൽ ഫോൺ കൊണ്ടൊരു ഭാഗത്ത് മാറിയിരിക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ബോറിംഗ് യാത്രയായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേട്ടോ. നമ്മളുടെ ഡ്രസ്സിങ് വരെ എന്താ പറയുക, വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോകാറുള്ളത്. എല്ലാവരും മാച്ചിങ് ഇടും. വളരെ എലഗൻ്റായിട്ട് പോകാൻ എന്താ പറയുക ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോരുത്തരും കോമ്പീറ്റ് ചെയ്യും, ആരെയാണ് ഭംഗി എന്നൊക്കെ കോമ്പീറ്റ് ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു ഫാമിലി പിക്ചർ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫാമിലി ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ മൊമെൻ്റ് കാര്യങ്ങളെ ആവശ്യമുള്ളൂ, പക്ഷെ അത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് വരും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ലൊരു ബോണ്ടിങ് ആയിരിക്കും നമ്മളുടെ അടുത്ത് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കുട്ടി യാത്രകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ ചിലവൊന്നുമില്ല കേട്ടോ. ഫുഡ് 3 നേരവും പുറത്താണെങ്കിൽ പോലും നമ്മൾ നന്നായി ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് അല്ലാത്ത കടകളിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത യാത്രകളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല കേട്ടോ, സാറ്റർഡേ ആണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കാണ് ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ സാറ്റർഡേ ഞങ്ങൾക്ക് മ്യൂസിക് ക്ലാസ്സും ഉണ്ട്, ഡാൻസ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീടെത്താൻ. പിന്നെ ഈ പറയുന്ന പ്ലാനുകളൊക്കെ നോക്കാൻ സൺഡേയിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ഞങ്ങൾക്ക് വേറെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ പ്രാക്ടിക്കലി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സാറ്റർഡേ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിംഗ് ഒരു 9 o'clock ആകുമ്പോൾ 9:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി നേരെ മ്യൂസിക് ക്ലാസ്സിലോട്ടാണ് പോയത്. മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ഒരു 11:30 ആകുമ്പോൾ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞു. അതിന് ശേഷം നേരെ ഞങ്ങൾ ഒരു 12 അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ പാലക്കാട് തന്നെ നമുക്ക് യാക്കരല്ല മെഡിക്കൽ കോളേജ് എൻ്റെ ബിൽഡിങ്ങിന് കുറച്ചടുത്തായിട്ട് ഒരു രാജേട്ടൻ്റെ കട എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. വലിയ റേറ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോർമലി ഒരുപാട് എക്സ്പെൻസീവ് ആക്കാത്ത ദിവസങ്ങളാണെങ്കിൽ അവിടെയാണ് കയറാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ അവിടെയാണ് കയറിയത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സിംസാം പിന്നെ അറിയാലോ കുട്ടികളുടെ ഏരിയ ആണ്. ഞങ്ങൾ പോയ സമയത്ത് അധികം പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മോൾക്ക് കളിക്കാൻ പറ്റി. ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്ട്രാക്റ്റ് ആവും, കോമ്പറ്റീറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാരൻസ് കൂടെ അലൗഡ് ആയിരുന്നു കേട്ടോ. അതായത് പാരൻസിനും കൂടെ ഒന്നോ രണ്ടോ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയാണെങ്കിൽ അവർക്ക് 2 പേർക്കും കയറാം. അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ സോക്സ് നിർബന്ധമാണ്. ആരാണോ കയറുന്നത് അതിൽ അവർക്ക് സോക്സ് നിർബന്ധമാണ്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പാരൻസിന് കയറാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറിന് 500 രൂപയാണ്. 500 550 അങ്ങനെ എന്തോ ആണ്. എന്തായാലും 500 റേഞ്ചിലാണ് അതിൻ്റെ ടൈമിംഗ് ഇത് വരുന്നത്. ഒരു 2 മണിക്കൂറാണെങ്കിൽ 100 രൂപ കൂടും. നമ്മൾ 1 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും എക്സ്ട്രാ 1 മണിക്കൂർ കൂടണമെങ്കിൽ ഒരു 100 രൂപ കൊടുക്കണം എന്നേ ഉള്ളൂ. അതിൽ വലിയ ഓഫറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ എടുത്തു. മോളെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ അവളെ കൊണ്ടുവരാം. ആ 1 മണിക്കൂർ പ്ലേ മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 1 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ 1 മണിക്കൂറിൽ തന്നെ ഞങ്ങൾ വെയിൻഡപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നേരെ ഞങ്ങൾ സിംസാം പോയി. ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡായിട്ട് അതായത് നല്ല സ്പേഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻഡോർ ആക്ടിവിറ്റിയാണ് ഈ സിംസാം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിൽ കുറേ പരിപാടികളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കൺജസ്റ്റഡ് അല്ല. നമ്മൾ സിംസാമിൽ ഞങ്ങൾ മുമ്പ് പോയിരിക്കുന്നത് ഈ ശോഭ സിറ്റി മാളിലാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പേഷ്യസ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എക്സ്ട്രാ സ്പേഷ്യസ് കൂടിയാണ്. അപ്പോൾ പാരൻസിനൊക്കെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന അതുപോലെ ഒരുപാട് മറ്റേ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഇൻഡോർ എന്താ പറയുക പ്ലേ ഏരിയ ആണ് നമ്മുടെ സിംസാം എന്ന് പറയുന്നത്. കുട്ടികളുള്ളവർക്കൊക്കെ അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ഡക്കാത്തലൻ എന്ന് പറയുന്ന കോയമ്പത്തൂർ റോഡിലുള്ള ഡക്കാത്തലൻ്റെ മുകളിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്, ഇതോട് 3rd ഫ്ലോറിലാണ് ഈ സിംസാമിൻ്റെ ബിൽഡിംഗ് വരുന്നത് കേട്ടോ. അതിൽ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു പാർട്ടിയില്ലേ, ഈ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ നമുക്കിതാ നല്ലൊരു ചെറിയൊരു സ്പേസ് കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തില്ല. പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് നടത്താം. എനിക്ക് തോന്നുന്നു ഒരു 50 മെമ്പേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സുഖമായി നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കുട്ടികൾക്കാണെങ്കിൽ നന്നായി ഇഷ്ടമാവുകയും ചെയ്യും. കാരണം അവരുടെ സ്വന്തം ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായി ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ. കുറേ ഇങ്ങനെ ഹിഡൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും. മോൾ അധികം വലുതല്ല. പിന്നെ അവൾക്ക് എപ്പോഴും നമ്മൾ വേണമെന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാപ്പോഴും അല്ല എങ്കിലും ഒരുപാട് ഇൻഡിപെൻഡൻ്റ് അല്ല പുള്ളിക്കാരത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവളെ തനിച്ച് വിട്ടു. പിന്നെ ഹസ്ബൻഡ് അകത്ത് കയറുകയും ചെയ്തില്ല കുറേ സമയത്തേക്ക്. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുട്ടികൾക്ക് വന്ന് കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. വാഷ്റൂമുണ്ട്, ഫിൽറ്റർ വാട്ടറിൻ്റെ ഒരു ക്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ശരിക്കും നല്ല ഓപ്ഷനാണ് ഇത്. എസ്പെഷ്യലി പാലക്കാട് തന്നെ താമസിക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ച് ഞങ്ങൾ ഉള്ളിലായതുകൊണ്ട് ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലേക്കായതുകൊണ്ട് നമുക്ക് സിംസാമിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ വേറെ എവിടേക്കെങ്കിലും പോയിട്ട് ടൗണിൽ എത്തിപ്പെട്ടാൽ സിംസാമിൽ പോകാമെന്ന് പറയുന്ന ഓപ്ഷനാണ്. പക്ഷെ അതർവൈസ് പാലക്കാടൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ പോകാം. എക്സ്പെൻസീവ് ആണ് ഞാൻ പറയുന്നു. 500 രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ എമൗണ്ട് അല്ല. പക്ഷെ 500 രൂപയ്ക്കുള്ള 1 മണിക്കൂർ കളിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ്.
അവർ ഓരോ കുട്ടികളെയും വളരെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ, 4-5 പേരൊക്കെ ഉണ്ട്. പക്ഷെ അവർ നന്നായിട്ട് തന്നെയാണ് ഓരോ കുട്ടികളെയും നോക്കുന്നത്. എന്താ പറയുക, ഓരോ കുട്ടീനെയും അവർ പ്രോപ്പറായിട്ട് ഓരോ കളിയും ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ അവരങ്ങനെ വെറുതെ നിൽക്കുകയൊന്നുമല്ല. നമ്മൾ ശോഭ സിറ്റി മോളിലൊന്നും പോയി കഴിഞ്ഞാൽ അത്ര സ്റ്റാഫില്ല, 1-2 പേരേ ഉള്ളൂ. ഇവിടെയും ഒരു 4-5 പേരെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഉള്ളവർ ഭയങ്കരമായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ സാധനം ഇതെന്ന് പറയുന്നത് ആളിൽ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഷേപ്പിനനുസരിച്ച് വരുന്ന ഒരു ഒരു ബോർഡാണ്. അപ്പം ഞാനിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി കളിക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാലുകൊണ്ട് ഒരു ടേബിളിൻ്റെ അടിയിലിരുന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ട് തട്ടുന്ന ഒരു ബോളിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ, അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ കളിക്കുള്ളൂ. നമ്മൾ ഈ പിള്ളേർ കളിക്കുന്നതിൽ കളിക്കാൻ നമ്മൾക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിലും ആൾക്കാർ നോക്കുമെന്ന് പറയുന്നൊരു മടിയും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളിച്ചില്ല. പിന്നെ ഈ ബോളിൻ്റെ മറ്റേ പൂളുണ്ടാവും, എന്ന് വെച്ചാൽ ബോൾ പൂൾ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. അതാണ് ഈ സ്ലൈഡിലോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നത്. ആ ഫുൾ ബോൾ പിറ്റിലോട്ടായിരിക്കും. അപ്പോൾ അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ അവിടെ കുറേ മറ്റേ സൈക്കിളും അതുപോലെ തന്നെ കാറും അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഓടിക്കാം. അത് മറ്റേ ഇലക്ട്രിക് അല്ല, കാലുകൊണ്ട് തുഴഞ്ഞിട്ട് വരുന്നതോ അല്ലെങ്കിൽ തള്ളിയിട്ട് വരുന്നതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഓടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ശരിക്കും നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഷെഡ്യൂൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞു, ലഞ്ച് കഴിച്ചു. അതിന് ശേഷം സിംസാമിൽ വന്നു. സിംസാമിൽ വന്നിട്ട് എന്താ പറയുക, നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്തു കേട്ടോ. വളരെ നല്ല യാത്രയായിരുന്നു. താങ്ക് യു.